ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ താഴെ പോയി സ്റ്റെയർ കേസ് കയറി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കിതപ്പുണ്ട്. അതൊന്ന് നോർമലാവാൻ കുറച്ച് സമയമെടുക്കും. ഞാനാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ടോപ്പിക്ക് കിട്ടിയത്. ഞാൻ കരുതി ഓക്കെ ഫൈൻ, നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു പുതുവത്സരം തുടങ്ങാം എന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടാണ് ക്രിസ്മസിന് തന്നെ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. കാരണം എനിക്ക് ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നു. ദെൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വന്ന് ഒരു ആണ്ടിലെ സംക്രാന്തിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടോ ദേ വരുന്നു പുലി വരുന്നു പറയുന്ന പോലെ അങ്ങനൊരു വീഡിയോ അല്ല ഇത്. ഒരുപാട് ആലോചിച്ചെടുത്ത് തീരുമാനിച്ച ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ഒത്തിരി സംസാരിച്ച് വഷളാക്കണില്ലേ, വീട്ടിലേക്ക് കിടക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ചേച്ചി എവിടെയാണ് ഇത്രയും ദിവസം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ? മിക്ക വീഡിയോസിൻ്റെ താഴെ ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്, ചേച്ചി വേറെ അറിയോ, നിങ്ങൾ എവിടെ പോയി, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വാനിഷായി പോയല്ലോ, ഒരു വാക്ക് പോലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെ കാര്യം ഞാൻ പറയണില്ല, പക്ഷേ സ്റ്റിൽ നമ്മളിടുന്ന വീഡിയോസ് കണ്ടൻറ്റ്സ് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സംശയങ്ങൾ വന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വാട്സപ്പിൽ വരുന്ന മെസ്സേജസിന് ഞാൻ വലിയ റിപ്ലൈ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരുന്ന ക്വയറീസ് എനിക്കങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ചിലപ്പോഴൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ആൻസർ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാലും മിക്ക പേരും എന്നോട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിരുന്നു. പണ്ടൊക്കെ റീൽസും ചെയ്യുമായിരുന്നു, ഇപ്പോൾ അതും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിപ്പാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ്, നിങ്ങൾ എവിടെ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് കാണാറുണ്ട്, ഒത്തിരി കമൻറ്റ്സ് കാണാറുണ്ട്. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ചൊറിയുന്ന കമൻറ്റ്സ് വല്ലതും കണ്ടാൽ ഞാൻ അപ്പോൾ കയറി ആൻസറും കൊടുക്കാറുണ്ട്. എന്നതൊഴിച്ച് ഞാൻ ചാനൽ തിരിഞ്ഞ് നോക്കാറില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ നോക്കാറേ ഇല്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞ കുറേ ദിവസം ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആലോചിച്ചൊരു തീരുമാനമാണിത്. ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഞാനൊരു 4-5 വർഷമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഈ ചാനലിനെ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതുപോലെ ആയത്. കാരണം ഒബ്വിയസ്ലി കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെയാണ് എനിക്കൊരു ഇടിവ് വന്നത്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, കാരണം അതെൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ സന്തോഷമാണ്. അതിൽ കൂടുതൽ ആ ഒരു പേരിൽ എനിക്ക് ഒത്തിരി മനോവിഷമം ഉണ്ടായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എൻ്റെ കല്യാണം. ഇന്ന് വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പ്രശ്നമാണെന്നില്ല. വി ആർ സോ ഹാപ്പി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഒട്ടും എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമൊക്കെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ മുന്നേ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതായത് ഒരു വീട് സ്വന്തം ഒറ്റയ്ക്ക് പോകണം, റെൻ്റാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഫുൾ ടൈം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് സെറ്റിലാവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം കേട്ടത് കൊണ്ടായിരിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും മനു ഒറ്റയ്ക്കാണ് താമസം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാനാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. പ്ലസ് എനിക്ക് വർക്കും ഉണ്ട്. ഞാനൊരു ബാങ്കിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതും കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് എക്സ്ട്രാ ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ഈ ഹെക്ടിക്കിനേക്കാളും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ടയർ എങ്ങനെയിരിക്കും, ഒരു വട്ടം അല്ലെങ്കിൽ ഒരു സർക്കിൾ അതുപോലെയാണ്. അതായത് ആ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇവിടെ അവസാനിക്കും. സെയിം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫ്. ഞാൻ ഇങ്ങനെ കരുതി ഓക്കെ ഫൈൻ, ഞാൻ ഒറ്റയ്ക്കല്ല, ഓഫീസിലുള്ള പലരും എന്നോട് സംസാരിച്ചപ്പോഴും അവരും എന്നോട് പറയാണ് കയ്യിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും എന്തിനത് ഒന്നിനും ഇല്ലാത്ത പോലെ ആക്കണം. അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ആണെങ്കിലും അവരും എന്നോട് സംസാരിക്കുമ്പോഴത്തേക്കും പറയണത് ഇത്രയും നല്ലൊരു സാധനം കയ്യിലിരുന്നിട്ട് അതിനെ ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ ആക്കി കളയല്ലേ നീന്ന്. അപ്പോൾ ശരിയാണ്. കാരണം ഒരിക്കലും ഒരു യൂട്യൂബ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് വലിയ ഒരു ഹെവി പ്രോസസ്സൊന്നും അല്ല. ഇറ്റ്സ് സോ സിമ്പിൾ.
അവരും സൂപ്പർ ആൻഡ് ഹെവി ഹാർഡ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെന്നല്ല. പക്ഷേ ഒരു 4-5 വർഷം പുറകോട്ട് പോകുമ്പോഴത്തേക്കും അന്ന് ഇത്രയും യൂട്യൂബേഴ്സ് ആരും ഇല്ല. ആൻഡ് യൂട്യൂബൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചാനൽ എങ്ങനെയാണ്, ഒരു ചാനലിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും. നല്ലൊരു സ്റ്റാർഡം ഉണ്ടായിരുന്നു, ശരിക്കും ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാർഡം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, എന്നാൽ ഇടയ്ക്ക് കുറേ ഇത്തൽക്കണ്ണികളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റാർഡത്തിൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്നാൽ കൂടെയും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ പരസ്പരമായിട്ട് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഫീൽഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിനെക്കാളും ഫേസ്ബുക്കിനെക്കാളും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെയാണ്. കാരണം ഡേ ബൈ ഡേ ഒത്തിരി പേര്, ഈവൻ എത്ര കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇന്ന് ചാനലുണ്ട്, അവർ ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് അഭിനയിച്ചാലും കിട്ടും, ഇല്ലെന്നല്ല. ബട്ട് എന്നാൽ കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാനും മനു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞ് അതിൻ്റേതായിട്ടുള്ള ജോലികൾ, വീട്ടിലെ ജോലികളുണ്ടാവും. വീട്ടിലെ ജോലികൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ആ ഒരു പോർട്ട്ഫോളിയോ കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. രാവിലെ എണീറ്റാൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ വർക്കിനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെടുത്ത് അതൊന്നും കൂടെ റിവൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നേരെ അടുക്കളയിൽ നിന്ന് നേരെ ഓഫീസിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, വൈകിട്ട് നിന്ന് തിരിച്ചാവുന്നു. സെയിം റൂട്ടീൻ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. അപ്പം ഞാൻ കരുതി ഓക്കെ, എനിക്കെന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റും വേറെ ഒന്നും എനിക്കില്ല. വീട്ടിൽ വരിക, ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റായിട്ട് പോകുന്നത്. ഇത് കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഞാൻ കരുതി ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ ചെയ്യാമെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 20th തൊട്ട് അങ്ങോട്ടേക്കാണ് എനിക്ക് വർക്ക് ഏറ്റവും കൂടുതൽ മുറുകുന്ന സമയം. അതുവരെ നമ്മൾ അത്യാവശ്യം ഫ്രീ മൈൻഡായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ 20 to 30 നിങ്ങൾക്ക് അറിയായിരിക്കും, ബാങ്കിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലോസിങ് നടക്കും തോറും ഉണ്ടാകുന്ന പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞാൽ മാസത്തിലുള്ള ബാക്കി 20 ദിവസവും ഞാൻ ഒരു പരിധി വരെ എനിക്ക് ഫ്രീ ആവാൻ പറ്റുന്ന സമയങ്ങളാണ്. അപ്പം ഞാൻ കരുതി ഓക്കെ, നമ്മൾ പണ്ടൊക്കെ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളൊന്നാവുന്ന കത്തി വന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 12 മണി, അല്ലെങ്കിൽ ഒരു 1 മണി, 2 മണി, 3 മണിവരെയൊക്കെ ഷൂട്ട് ചെയ്ത സമയങ്ങളുണ്ട്, 4 മണിയൊക്കെ ഷൂട്ട് ചെയ്ത സമയമുണ്ട്. ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാനാണെങ്കിലും കണ്ടൻറ് എഴുതാനാണെങ്കിലും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ തന്നെ തെറ്റാണ്. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു സംഭവം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തേ പറ്റൂ, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. സോ ഐ ഡിസൈഡഡ് ദാറ്റ് നമ്മൾ ഈ വർഷം 2024 നമ്മൾ ഒരിക്കലും ഇത്രയും നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ പോലെ വേസ്റ്റ് ആക്കത്തില്ല എന്നുള്ളത് ഞാൻ ക്ലിയർ കട്ടായിട്ട് എടുത്തിട്ടുള്ള എൻ്റെ ഡിസിഷനാണ്. അതിൽ നമ്മുടെ കൂടെ ആരൊക്കെ നിന്നാലും ആരൊക്കെ നിന്നില്ലെങ്കിലും നിൽക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കും, അല്ലാത്തവരെ കട്ട് ഡൗൺ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കൂട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലൊരു കുട്ടി ഒരു മീറ്റിംഗ് വെച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം അവൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയും ചെയ്തു, നിനക്കിത് ചെയ്ത് തുടങ്ങിക്കൂടെ, ഇത് അവളല്ല വേറൊരാളിനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവരെങ്ങനെ ഈ വീഡിയോ കാണുകയും, പക്ഷേ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഞങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊണ്ട് പറയുന്നത്. പക്ഷെ എന്നാലും ഇതൊക്കെ എൻ്റെ ലൈഫിൽ നമുക്കൊരു അഡ്വൈസ് തരുന്നതോ അല്ലെങ്കിൽ നമ്മൾ വഴക്കുറതോ ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്ത് നിർത്തുന്ന ആൾക്കാരെയും നമുക്ക് അഡ്വൈസ് തരുകയും നമ്മൾ വഴക്കുറയൊക്കെ ചെയ്യത്തുള്ളൂ. സോ ഇവരൊക്കെ എൻ്റെ ലൈഫിൽ എനിക്കൊന്ന് ഫാമിലിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് ഇവരെല്ലാവരും. കാരണം എന്നും ഞാൻ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും നമ്മൾ ദൂരെയാണ്. അപ്പോൾ നമുക്കൊരു ഏറ്റവും അത്യാവശ്യ ഘട്ടം വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഇവരൊക്കെ തന്നെ മാത്രമായിരിക്കും. സോ അപ്പോഴാണ് ഞാനും ആലോചിച്ച് ശരിയാണ്, ഇനി അടുത്ത വർഷം എങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ പഴയതുപോലെ ഡെയിലി ബേസിൽ, അതായത് ആഴ്ചയിൽ 1-2 ദിവസമല്ല, ഡെയിലി ബേസിൽ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡെയിലി ബേസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെന്ന് കരുതുന്നത്. പിന്നെ നമ്മൾ DIYs ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോയിൽ സാധാരണ ക്ലീഷേ വീഡിയോസ് ആയിട്ട് ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊക്കെ തന്നെ ആയിരിക്കും കാണാൻ പോവുക. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതിൽ ഫുൾ ടൈം ഇരിക്കുമെന്നോ ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എല്ലാം കൂടെ ഒറ്റയ്ക്ക് എനിക്ക് പറ്റത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്നാൽ യൂട്യൂബ് ഞാൻ ഇനി വിട്ട് നിൽക്കത്തില്ല എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. അതിലെന്ത്
എന്ത് നഷ്ടം വന്നാലും എനിക്ക് വിഷയമല്ല. പക്ഷേ ഈ ഒരു ചാനൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ പോറ്റി കൊണ്ടുവന്നിരുന്ന എൻ്റെ ചാനലാണ്. എനിക്ക് എൻ്റെ അന്നം തന്നുകൊണ്ടിരുന്ന എൻ്റെ ബോസാണ് ഈ ഒരു ചാനൽ. കാരണം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന എൻ്റെ ചാനലാണ്. അപ്പോൾ അതിന് ഞാൻ ഒന്നുമില്ലാത്ത രീതിയിൽ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ നല്ല സങ്കടമുണ്ട്. കാരണം നമ്മൾ മറന്നെന്നൊക്കെ പറയത്തില്ലേ, അതേ അവസ്ഥ തന്നെയാണ്. ശരിക്കും നമ്മൾ മറന്നു പോയി, അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് മറന്നു കളഞ്ഞത്. അപ്പോൾ അതിനി ചെയ്യത്തില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയാണ്. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. നമ്മൾ ശരിക്കും ഒരു 75,000 പേര് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. പക്ഷേ ഞാനതിനെ വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി. അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്. സോ നമ്മൾ ഫ്രം ജനുവരി തൊട്ട് ഇത് എത്ര പേരിൽ ഈ വീഡിയോസ് എത്തുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ചാനലാണെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. നമ്മൾ കുറേ നാൾ ഉറങ്ങിക്കിടന്ന ചാനലായതുകൊണ്ട് ഇനി നമ്മളിത് ബാക്ക് ടു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി സമയമെടുക്കും. എനിക്ക് നന്നായിട്ട് അറിയാം, ഒരുപാട് സമയമെടുക്കും. ഈ ചാനൽ ഇനി ഞാൻ പയ്യെ കൊണ്ടുവരാനായിട്ട് ഒത്തിരി സമയം എനിക്ക് എടുക്കും. ബട്ട് എന്നിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ ചാനലിനെ എൻ്റെ കുട്ടിയെ പോലെ വീണ്ടും വളർത്തി ഞാൻ വലുതാക്കും. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്ന് ഒരു 5 വർഷം മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു എൻ്റെ മനസ്സിൽ, ആ ഒരു ലെവലിലാണ്. കാരണം ഓക്കെ, നമ്മളെ 10 പേര് അറിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ ഈ 75,000 പേര് നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ചാനലിലുണ്ടെങ്കിലും അതിൽ എത്ര പേര് അവരവരുടെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നോ എനിക്കറിയത്തില്ല. ഒത്തിരി പേര് ചിലപ്പോൾ പോയി കാണാം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ പയ്യെ മാറി യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ മാറ്റി പയ്യെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ചാനലിനെ ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതിലെന്ത് നഷ്ടം സംഭവിച്ചാലും ഞാനത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല, അല്ലെങ്കിൽ ഞാനത് നോക്കുന്നേ ഇല്ല. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ചാനൽ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീഡിയോ സജഷൻസ്, കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സജഷൻ എന്നായിരിക്കും നമ്മൾ ആദ്യത്തെ ന്യൂ ഇയറിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇതുകൊണ്ടാണ് ഇതെൻ്റെ ജസ്റ്റ് റെസ്റ്റ്. കാരണം നമ്മൾ പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് സംസാരിച്ച് ഇതാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പ്രസൻ്റ്ലി മുന്നോട്ടേക്ക് പോവുകയാണ്. സോ എല്ലാവർക്കും നല്ലൊരു 2024 ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവണം എന്നല്ല, എൻ്റെ കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. കാരണം എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ബൈ. നമുക്കിനി ന്യൂ ഇയറിൻ്റെ വീഡിയോയിൽ ഫ്രഷ് ആയിട്ട് കാണാം. സോ